ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നോട്ടിഫിക്കേഷന്റെ വിവരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അത് മറ്റൊന്നുമല്ല, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ്. ഒപ്പം തന്നെ ഹവിൽദാർ എന്ന് പറയുന്നൊരു തസ്തികയിലൂടെ വരുന്നുണ്ട്. അതായത് കസ്റ്റംസ് പോലുള്ള ഡിപ്പാർട്ട്മെന്റിലും നെർക്കോട്ടിക്സ് പോലുള്ള ഡിപ്പാർട്ട്മെന്റിലും ഒക്കെയാണ് ഹവിൽദാറിന്റെ തസ്തിക വരുന്നത്. സെൻട്രൽ ഗവൺമെന്റിന്റെ വേരിയസ് ആയിട്ടുള്ള പോസ്റ്റുകളിൽ ഈ ഒരു ഹവിൽദാർ തസ്തിക വരാറുണ്ട്. ഈ രണ്ട് പോസ്റ്റുകൾക്കും കൂടി ഒരേ നോട്ടിഫിക്കേഷൻ ആണ് വരുന്നത്. ഈ രണ്ട് തസ്തികയുടെ അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞാൽ മെട്രിക്കുലേഷൻ ആണ്. അതായത് 10ാം ക്ലാസ് പാസ് ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത. ഈ യോഗ്യത ആയതുകൊണ്ടാണ് ഒരുമിച്ച് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇവിടെ ആകെ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രായപരിധിയിൽ ഹവിൽദാർ അപ്ലൈ ചെയ്യാൻ 2 വർഷം കൂടി അധിക പ്രായപരിധി ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് നോട്ടിഫിക്കേഷന്റെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് 26/6/2025 മുതൽ 24/7/2025 വരെയാണ്. അതായത് നമുക്ക് അപേക്ഷിക്കാനുള്ള അവസാനത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത മാസം 24-ാം തീയതി വരെയാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത്. അവസാന ഡേറ്റ് വരെ ഒന്നും കാത്തിരിക്കേണ്ട. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ മതിയായ രേഖകൾ ഉള്ളവർ ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക. മതിയായ രേഖകൾ എന്ന് പറഞ്ഞാൽ ജാതി സർട്ടിഫിക്കറ്റ് പോലുള്ളതിന് 1 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. ഇപ്പൊ 24-ാം തീയതിക്ക് മുമ്പ് 1 ഇയർ വാലിഡിറ്റിക്ക് അകത്തുള്ള ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് അപേക്ഷിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അത് എടുത്ത് ഞാൻ പറഞ്ഞത്. ഇനിയും ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ 25-ാം തീയതിയാണ്. നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ 1 ദിവസം കൂടി എക്സ്ട്രാ തരുന്നുണ്ട്. കാരണം ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പൈസ ഉണ്ടാക്കി അടയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് 1 ദിവസം കൂടി തരുന്നുണ്ട് എന്ന് ഓർക്കുക. അങ്ങനെ 25-ാം തീയതി വരെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാം. അർദ്ധരാത്രി വരെ 100 രൂപ ഫീസ് അടയ്ക്കാനുള്ള സൗകര്യം കൂടി തരുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിന്റെ നമ്മൾ അപേക്ഷിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ വരികയാണെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയുള്ള സമയമാണ്. അതിനൊന്നും നിൽക്കേണ്ട. അപേക്ഷിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് അങ്ങ് അപേക്ഷിച്ചേക്കുക. അതിൽ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 29/7/2025 മുതൽ 31/7/2025 വരെയാണ് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ വിൻഡോ തിരുത്തുവാനായിട്ട് SSC നമുക്ക് സമയം തന്നിരിക്കുന്നത്. ഇനി തിരുത്താൻ പോകുമ്പോൾ അതിൻ്റെതായ ചെലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അതിനൊന്നും നിൽക്കേണ്ട. ഇപ്പോൾ തന്നെ കൃത്യമായിട്ട് അങ്ങ് അപ്ലൈ ചെയ്തേക്കുക. ഇനിയും വേക്കൻസികൾ, എത്ര വേക്കൻസികളാണ് ഇതിനുള്ളത് എന്നുള്ളതാണ്. ഇതിൽ MDSനും ഒപ്പം തന്നെ ഹവിൽദാറിനെയും കൂടെ ചേർത്ത വേക്കൻസികൾ എന്ന് പറഞ്ഞാൽ 1075 വേക്കൻസിയാണ് മൊത്തത്തിലുള്ളത്. മൊത്തത്തിൽ 1075 വേക്കൻസികളാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഉള്ളതെന്ന് ഓർത്തിരിക്കണം. ഇനിയും പ്രായപരിധിയാണ്. ഇതിലെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ 1/8/2025 ഇതിന്റെ ഒരു ബേസിക് ഒരു ഏജിന്റെ ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നു. അതായത് 1/8/2025 നിങ്ങൾക്ക് 25 വയസ്സ് കഴിയാൻ പാടില്ല MDSന് അപ്ലൈ ചെയ്യണമെങ്കിൽ. എന്നാൽ നിങ്ങൾ ഹവിൽദാറിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 27 വയസ്സ് കവിയാനും പാടില്ല. ഈ 2 പ്രായങ്ങളാണ് ഇവിടുത്തെ ബെഞ്ച് മാർക്ക് ഏജ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങൾ MDS ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ജനറൽ കമ്മ്യൂണിറ്റി ആണ്, EWS ആണെങ്കിൽ നിങ്ങളുടെ പ്രായപരിധി 25 ആണ്. എന്നാൽ നിങ്ങൾക്ക് ഹവിൽദാർ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 27 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനിയും ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ഒപ്പം തന്നെ OBC വിഭാഗങ്ങൾക്ക് എന്തുണ്ടാവും, പ്രായപരിധിയിൽ ഇളവുണ്ടാവും. OBCക്ക് 3 വർഷവും ഒപ്പം തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗങ്ങൾക്ക് 5 വർഷവും പിന്നെ എക്സ് സർവീസ് മാൻ പോലുള്ളവർക്ക് അവർക്ക് നിയമാനുസൃതമായി നൽകിയിരിക്കുന്ന പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ച് വേണം നിങ്ങൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ. ഇനിയും എങ്ങനെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങൾ അപേക്ഷിക്കേണ്ടുന്ന രീതി എന്ന് പറഞ്ഞാൽ ഓൺലൈനിലൂടെ മാത്രമേ ഉള്ളൂ. ഇതിനോടകം അപേക്ഷിച്ചിട്ടില്ലാത്ത പുതുതായിട്ട് ഈ വീഡിയോ കാണുന്നവരോടാണ് പറയുന്നത്, നിങ്ങൾക്ക് SSCയിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പ്രൊഫൈൽ ഇല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ കയറിയിട്ട് പ്രൊഫൈലിൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ആ പ്രൊഫൈലിൽ നിങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്താണ് നമ്മൾ പ്രൊഫൈൽ ഫില്ല് ചെയ്തത്. ഈ ഒരു ഡേറ്റ കൊടുത്ത് പ്രൊഫൈൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു നോട്ടിഫിക്കേഷൻ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. ഈ ഒരു നോട്ടിഫിക്കേഷൻ വിസിബിൾ ആയി കണ്ടു കഴിഞ്ഞാൽ അതിൽ കയറി നിങ്ങൾ ബാക്കിയുള്ള ഡേറ്റാസ്, അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വളരെ കുറച്ച് ഡേറ്റാസ് കൊടുത്താൽ മതി. ആ ഡേറ്റാസ് മാത്രം, അവർ ചോദിക്കുന്ന ഡേറ്റാസ് മാത്രം ഫില്ല് ചെയ്ത് നിങ്ങളുടെ ലൈവ് ഫോട്ടോ കൂടി അപ്ഡേറ്റ് ചെയ്ത് ഫീ പേയ്മെന്റോടെ കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് പേപ്പറുകൾ കയ്യിലില്ലെങ്കിലും നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും ബാക്കിയുള്ള ഒരു ഡോക്യുമെന്റ് നിങ്ങൾ ഇപ്പോൾ ഹയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് കയറി ഈ SSCയിൽ ഒരു സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നവരായതുകൊണ്ട് ഇതൊന്നും വലിയ ഹെർക്കൂലിയൻ ടാസ്ക് ഒന്നുമല്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് കയറി എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ജോലി ചെയ്യുക. ബാക്കി നമുക്ക് ഫർദർ ആയിട്ട് ചെയ്യാവുന്നതാണ്. മറന്നു പോകേണ്ട, എത്രയും പെട്ടെന്ന് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. ഇനിയും ഒന്നുകൂടി പറയുകയാണ്, അതിന്റെ അപേക്ഷിക്കാനുള്ള അവസാനത്തെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24/7/2025 അർദ്ധരാത്രി വരെ മാത്രമേ നമുക്ക് ഇത് അപേക്ഷിക്കാൻ പറ്റൂ. അതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനിയും കേരളത്തിൽ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് നിങ്ങൾക്ക് എവിടെയൊക്കെ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഇനിയും പ്രധാനമായിട്ടുള്ള സെന്റേഴ്സ് തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂര്, കണ്ണൂര്, ഇത്രയും സ്ഥലങ്ങളിലാണ് കേരളത്തിനകത്ത് സെന്റേഴ്സ് ഉള്ളത്. ഇനി കാസർഗോഡ് ജില്ലയിലെ അതിർത്തിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മംഗലാപുരം സെന്റർ വെക്കാവുന്നതാണ്. അവിടെയും സെന്റേഴ്സ് അവൈലബിൾ ആണ്. ഇനിയും കേരളത്തിന് പുറത്ത് മലയാളം സംസാരിക്കുന്ന ആൾക്കാരുള്ള
ലക്ഷദ്വീപിൽ കവരത്തിയിലും ഈ ഒരു എക്സാമിനേഷന് സെന്റർ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ സെന്ററുകൾ എവിടേക്കാണ് എന്ന ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായി കാണുമെന്ന് കരുതുന്നു. ഇനിയും സ്കീം ഓഫ് എക്സാമിനേഷൻ, എങ്ങനെയാണ് ഈ എക്സാമിനേഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. ഇത് MDSന്റെ എക്സാമിനേഷൻ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. SSCയുടെ എല്ലാ എക്സാമിനേഷൻ നടക്കുന്ന പോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് ഒരു എക്സാമിനേഷനിൽ തന്നെ 2 സെഷൻസ് ഉണ്ട്. ഇത് ഒരൊറ്റ എക്സാമിനേഷന്റെ പാറ്റേണിൽ തന്നെ നടന്നു പോകുന്നതാണ്. അതിൽ ആദ്യത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ എബിലിറ്റി ആണ്. ഇവിടെ വരുന്നത് പ്രധാനമായിട്ടും 20 ക്വസ്റ്റ്യനുകളും 60 മാർക്കുമാണ്. അടുത്തതായിട്ട് റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആണ്. ഇവിടെയും 20 ക്വസ്റ്റ്യനും 60 മാർക്കുമാണ് വരുന്നത്. അടുത്തതായിട്ട് ജനറൽ അവയർനെസ് ആണ്. ഇതിന് 25 ക്വസ്റ്റ്യനും 75 മാർക്കുമാണ് വരുന്നത്. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷനിലും 25 ക്വസ്റ്റ്യനും 75 മാർക്കുമാണ് വരുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കാണ് നിങ്ങൾക്ക് നൽകുന്നത് ശരിയായാൽ. ഇനിയും തെറ്റിയാൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്കിൽ നിന്ന് 3-1 പോകും. അതായത് 1 മാർക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുമെന്ന് ഒരു ധാരണ ഉണ്ടാവണം. അപ്പോൾ ചെയ്യുമ്പോൾ ആ ഒരു ധാരണയിൽ വേണം ഈ ഒരു എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്യുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസിയുടെ കാര്യമാണ്. അതായത് MDS എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ഇല്ല. CBTക്ക് ശേഷം നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട ബാക്കി ഫർദർ കാര്യങ്ങളാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഹവിൽദാറിന് സെലക്ഷൻ കിട്ടിയാൽ, ഹവിൽദാറായിട്ട് സെലക്ടഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഫിസിക്കൽ എഫിഷ്യൻസി കൂടി പാസ് ആകാനുള്ള. അതിൽ ആദ്യത്തെ ഫിസിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ PT-യിൽ നിങ്ങൾക്ക് വരുന്നത് പ്രധാനമായിട്ടും വാക്കിംഗ് ആണ്. അതില് മെയിൽ കാൻഡിഡേറ്റ് 1600 മീറ്റർ നിങ്ങൾ 15 മിനിറ്റ് കൊണ്ട് നടന്നെത്തണം. എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ് 1 കിലോമീറ്റർ 20 മിനിറ്റ് കൊണ്ട് നടന്നെത്തിയാൽ മതി. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ എപ്പോഴും ഒരു റിലാക്സേഷൻ കിട്ടാറുണ്ട് ഫീമെയിൽസിനെ മെയിൽസിനെ അപേക്ഷിച്ച്. ഇനിയും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയും. അതായത് കുറച്ച് ഫിസിക്കൽ പാരാമീറ്റേഴ്സ് പാലിച്ചിരിക്കണം. അതിൽ മെയിൽ കാൻഡിഡേറ്റിന്റെ പാരാമീറ്റേഴ്സ് ആണ്. അതിൽ ആദ്യമായിട്ട് ഹൈറ്റ് ആണ്. ഇതിൽ 157.5 സെന്റിമീറ്റർ എന്നുണ്ടായിരിക്കണം മെയിൽ കാൻഡിഡേറ്റിന് ഏറ്റവും കുറഞ്ഞതുണ്ടായിരിക്കണം. എന്നാൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലുള്ളവർക്ക് ഇതിൽ 5 സെന്റിമീറ്ററിന്റെ അളവ് ലഭിക്കുന്നതാണ്. എന്നാൽ ചെസ്റ്റിലേക്ക് എത്തുമ്പോൾ മെയിൽ കാൻഡിഡേറ്റിന് 81 സെന്റിമീറ്റർ ഏറ്റവും കുറഞ്ഞതുണ്ടായിരിക്കണം. 5 സെന്റിമീറ്റർ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കൂടുകയും വേണം. ഇനി ഫീമെയിലിന്റെ കാറ്റഗറിയിലേക്ക് എത്തുമ്പോൾ അവരുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 152 സെന്റിമീറ്റർ ആണ് ഏറ്റവും മിനിമം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. അത് കൂടാതെ നിങ്ങൾക്ക് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ പെട്ട ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് 2.5 സെന്റിമീറ്ററിന്റെ ഇളവ് ലഭിക്കുന്നതാണ്. ഇനിയും ഇവർക്ക് ചെസ്റ്റിന്റെ അളവ് മാനദണ്ഡമില്ല, വെയിറ്റിന്റെ മാനദണ്ഡമാണുള്ളത്. ഏറ്റവും കുറഞ്ഞത് 48 കിലോഗ്രാമിന്റെ വെയിറ്റ് മിനിമം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പോരാത്തതിന് 2 കിലോഗ്രാമോളം ഇളവ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലെ സ്ത്രീകൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠിക്കുക എന്നുള്ളത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എല്ലാ എക്സാമിനേഷന്റെയും പാറ്റേൺ ഏറെക്കുറെ സിമിലർ ആണ്. പ്രത്യേകിച്ചും നോൺ ടെക്നിക്കലായിട്ട് വരുന്ന എക്സാമിനേഷനുകളുടെ എല്ലാം ക്വസ്റ്റ്യനുകളുടെ രീതിയും ഒക്കെ ഏറെക്കുറെ സിമിലർ ആണ്. അതിൽ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ് MDS എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക, ഒപ്പം തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ കൃത്യമായ ഒരു പഠനം നിങ്ങളെ സർക്കാർ ജോലി എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. ഏണസ്റ്റ് അക്കാഡമിയുടെ അടൂരിലെ ക്യാമ്പസിൽ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ SSCയുടെ അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് കോഴ്സുകൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പഠനം ഉടൻ തന്നെ തുടങ്ങേണ്ടതാണ്. ഈ MDS എന്ന് പറയുന്ന എക്സാമിനേഷൻ ഏറ്റവും ബേസ് ലെവൽ പോസ്റ്റ് ആണെങ്കിൽ പോലും ഈ ഒരു തസ്തികയിൽ കയറുമ്പോൾ നിങ്ങളൊരു കേന്ദ്ര ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് മാറും. ഇങ്ങനെ ഒരു എംപ്ലോയി ആയി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറിയാണ് നമ്മളിവിടെ പറയുന്നത്. ഒപ്പം തന്നെ ഈ ബേസിക് സാലറിയെക്കാളും DAയും HR-ഉം ഒക്കെ ചേർത്ത് ഒരു വലിയ എമൗണ്ട് കിട്ടും. രണ്ടാമതായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സർക്കാർ എംപ്ലോയീസിന് സെപ്പറേറ്റ് കോട്ടയിൽ നിങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എക്സാം എഴുതാനുള്ള അവസരങ്ങൾ കിട്ടും. മാത്രമല്ല നിങ്ങളുടെ പ്രായപരിധി നിലവിൽ സർക്കാർ ഉദ്യോഗസ്ഥരായി കഴിഞ്ഞാൽ അത് ഉയർന്നു കിട്ടും. അതായത് കൂടുതൽ പ്രായത്തിലേക്ക് കേവലം 28-27 വയസ്സ് വരെയൊക്കെ എഴുതാൻ പറ്റുന്ന എക്സാമുകൾ നിങ്ങൾക്ക് വീണ്ടും ഒരു 10 വർഷമൊക്കെ റിലാക്സേഷനോട് എഴുതാൻ പറ്റുമെന്നതൊക്കെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. അതിൽ കയറി പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യവും ഏറ്റവും ഇമ്പോർട്ടന്റുമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആവാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും കോഴ്സിൽ ചേർന്ന് പഠിക്കുന്നതിനും വേണ്ടുന്ന അവസരങ്ങൾ നമ്മൾ ഇവിടെ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കോഴ്സിൽ ചേരാവുന്നതാണ്. അതിന് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറക്കണ്ട, നമുക്ക് ഒരുമിച്ച് ഈ വരുന്ന എക്സാമുകൾ കീഴടക്കാം. ഒരു സർക്കാർ ജോലി എന്ന നമ്മുടെ ലക്ഷ്യം ഒരുമിച്ച് നേടിയെടുക്കാം. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.